ഓക്കെ, നമ്മുടെ ഇൻകം ടാക്സിൽ വളരെ പ്രധാനപ്പെട്ട 5 ഹെഡുകളാണ്. ഒന്ന് ഫസ്റ്റ് ഏതാ പറഞ്ഞത്? സാലറി അല്ലേ? യെസ്. ദെൻ ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്, PGBP അല്ലേ? ഇങ്ങനെ 5 ഹെഡായിട്ടാണുള്ളത്. അതായത് നമുക്ക് കിട്ടുന്ന ഏതൊരു ഇൻകത്തിനും നമുക്ക് ഈ ഒരു 5 ഹെഡിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ 5 ഹെഡിൻ്റെ അകത്തേ വരുള്ളൂ, ഇതിനപ്പുറത്തേക്ക് വേറൊരു ഇൻകം ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ഗെയിനിനെ സംബന്ധിച്ചാണ്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റലായിട്ടുള്ള ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഇൻകത്തിനാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം ക്യാപിറ്റൽ ഗെയിൻ്റെ ഡെഫിനിഷൻ പറയും. ദെൻ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ അസറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡാണ്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് അല്ല എന്നിങ്ങനെ തുടങ്ങി. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത്ര വരെയാണ് ഇന്നത്തെ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സെക്ഷൻ്റെ ചാർജബിലിറ്റി സെക്ഷനാണ്. അതായത് നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തെ നമുക്ക് ഏതൊരു നിയമം നടപ്പിലാക്കുക അത് റൂള് വഴിയായിരിക്കും, അതായത് നിയമം വഴിയായിരിക്കും, ഒരു സെക്ഷൻ വഴിയായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കുക. ഈ രാജ്യത്ത് നിയമം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, ആ ഒരു കാര്യം നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് അണ്ടറിലാണല്ലോ ഈ ഇൻകം ടാക്സ് വരുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് നമ്മുടെ കയ്യിൽ നിന്ന് ഇൻകം ടാക്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് നടപ്പിലാക്കണം? ഒരു നിയമം നടപ്പിലാക്കണം. അപ്പോൾ ഒരു ലോ അവർക്ക് നടപ്പിലാക്കും വേണം. അപ്പോൾ ലോ നടപ്പിലാക്കണമെങ്കിൽ ഓരോ സെക്ഷൻ വൈസ് ആയിട്ടാണല്ലോ ഓരോ കാര്യങ്ങൾ പറയുക. അപ്പോൾ സെക്ഷൻ 45 എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ അവർ പറയുകയാണ് ക്യാപിറ്റൽ ഗെയിൻ്റെ ഡെഫിനിഷൻ അവർ പറയുന്നു. സോ ആ ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്ന് നിർവചിക്കുകയാണ് ഇവിടെ സെക്ഷൻ 45-ലൂടെ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗെയിനോ അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്, ഒരു ക്യാപിറ്റലായിട്ടുള്ള ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മൂലം അതിൽ നിന്ന് കിട്ടുന്ന ഗെയിനാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം. ഒരു ക്യാപിറ്റലായിട്ടുള്ള ഒരു അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്, അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അതിന് എന്തൊരു പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അതിന് പ്രോഫിറ്റ് കിട്ടിയിട്ടില്ലെങ്കിലോ അത് ക്യാപിറ്റൽ ഗെയിൻ ആവില്ല, ക്യാപിറ്റൽ ലോസ് ആയിരിക്കും. അപ്പോൾ ഗെയിൻ ഉണ്ടാക്കാം, ലോസ് ഉണ്ടാക്കാം. നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ അത് ഗെയിൻ ആയിരിക്കും, ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ജസ്റ്റ് ഓർമ്മയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നു എന്ന് മാത്രം. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സ് എന്ന് പറയുന്നൊരു വ്യക്തി എന്ത് ചെയ്യാണ്, എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ട് അത് വൈക്ക് മറിച്ച് വിൽക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് നടന്നു? ഒരു പർച്ചേസ് നടന്നു, ഒരു സെയിൽ നടന്നു. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് സെയിൽ മൈനസ് പർച്ചേസ് ആണ് അവരുടെ പ്രോഫിറ്റ്. അപ്പോൾ അതാണ് ക്യാപിറ്റൽ ഗെയിൻ, അതിന് അവർ ടാക്സ് അടക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ കണ്ടീഷൻസ്, പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ മൈൻഡിൽ വെച്ചാൽ മതി. ഒന്നൊരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ടായിരിക്കണം. അതായത് ഒരു ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന്, ക്യാപിറ്റൽ അസറ്റ് അവിടെ ഉണ്ടാകണം, അത് ട്രാൻസ്ഫർ നടക്കുമാണോ, അത് പ്രീവിയസ് ഇയറിൽ ആവുമാണോ. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ അവിടെ ക്യാപിറ്റൽ ഗെയിൻ വരും. ഓക്കെ, ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് പ്രീവിയസ് ഇയർ എന്നുള്ളതിന് എക്സെപ്ഷൻസ് ഉണ്ട്. കാരണം ചില കേസുകളിൽ പ്രീവിയസ് ഇയറിലല്ല, അത് ചിലപ്പോൾ അസസ്മെൻറ്റ് ഇയറിൽ തന്നെ ആയിരിക്കും അതിന് ടാക്സ് എടുക്കുക. ഏത് ഇയറിലാണോ നടന്നത്, അസസ്മെൻറ്റ് ഇയർ മീൻസ് ഏത് ഇയറിലാണോ നടന്നത് ആ ഇയറിലായിരിക്കും ചിലപ്പോൾ ടാക്സ് അടക്കുക. ചില കേസിൽ അതൊക്കെ വ്യത്യാസം വരും. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഓക്കെ, ഏതായാലും നോർമലി നമ്മളെന്താ പറയുക, പ്രീവിയസ് ഇയറിലൊരു ട്രാൻസാക്ഷൻ നടന്ന് അവിടുന്ന് നമുക്ക് സെയിൽ നടന്ന് പ്രോഫിറ്റ് കിട്ടിയാലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് അടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 3 കണ്ടീഷൻ മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ക്യാപിറ്റൽ അസറ്റ് ഉണ്ടായിരിക്കണം, പ്രീവിയസ് ഇയറിൽ അത് നടക്കണം, അവിടെ ഒരു ട്രാൻസ്ഫർ നടക്കണം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം നമുക്ക് എന്താ മതി, ക്യാപിറ്റൽ ഗെയിനിന് അണ്ടറിൽ നമ്മൾ ടാക്സ് അടിച്ചാൽ മതി. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ അടിയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 2024-25 പ്രീവിയസ് ഇയറിലൊരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അതായത് 2024 ജൂണിൽ ട്രാൻസ്ഫർ നടന്നെന്ന് വിചാരിക്കുക. 2024 ജൂണിൽ ട്രാൻസ്ഫർ നടന്നു. ഓക്കെ, ബട്ട് പേയ്മെൻറ്റ് റിസീവ്ഡ് ഡ്യൂറിങ് 2025-26. അപ്പോൾ 2025-26 ഒരു ഏപ്രിൽ 2025-26 ഏപ്രിൽ മാസത്തിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയായിരിച്ചോ. 2024-25 ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്, പാർട്ടിക്ക് നമ്മൾ കൈമാറിയിട്ടുണ്ട്, പ്രോപ്പർട്ടി അഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അയാൾ പേയ്മെൻറ്റ് എന്നത് 2025-26. അപ്പോൾ ഏത് വർഷത്തിലാണ് ടാക്സ് എടുക്കുക നോക്കുക. ക്യാപിറ്റൽ ഗെയിൻ അറൈസസ് ഡ്യൂറിങ് പ്രീവിയസ് ഇയർ 2024-25. അവിടെ പറയുകയാണ് 24-25, അതായത് പ്രീവിയസ് ഇയറിലാണ് നിങ്ങൾ ടാക്സ് അടക്കേണ്ടത്. ഓക്കെ, അല്ലാതെ 2025-26 പ്രീവിയസ് ഇയർ ആക്കി എടുത്തിട്ട് 2026-27 അടക്കേണ്ടത്. 2024-25 പ്രീവിയസ് ഇയറിൽ നടന്നൊരു ട്രാൻസാക്ഷൻ എന്ന് പേയ്മെൻറ്റ് കിട്ടിയാലും പേയ്മെൻറ്റ് കിട്ടിയോ ഇല്ല എന്നുള്ള അവിടെ മാറ്റർ അല്ല. ട്രാൻസ്ഫർ നടന്നോ ആ പ്രീവിയസ് ഇയറിലായിരിക്കണം
ആ പ്രീവിയസ് ഇയറിൻ്റെ ബേസിലായിരിക്കണം നിങ്ങൾ ടാക്സ് അടക്കേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമുക്ക് ഓക്കെ മനസ്സിലായി. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമോ, ഇത് 25-26 അസസ്മെൻറ്റ് ഇയർ ആണ്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാണ്? 24-25 പ്രീവിയസ് ഇയർ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. പിന്നെ ഒരു ഡൗട്ട് വരേണ്ടത് ഒരു ക്യാപിറ്റൽ അസറ്റ് വേണം ട്രാൻസ്ഫർ നടക്കണം. അപ്പോൾ ക്യാപിറ്റൽ ട്രാൻസ്ഫർ അടക്കാന്ന് പറഞ്ഞതാ ഒരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിയിട്ട് അത് വിൽക്കുക, അപ്പോഴാണ് ട്രാൻസ്ഫർ അടക്കുക. ഓക്കെ, അതും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതൊന്നുകൂടി ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അത് മനസ്സിലാക്കാം. പക്ഷേ ട്രാൻസ്ഫർ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാലോ അതിങ്ങനെ പരന്ന് കിടക്കണം. എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയൂ. ക്യാപിറ്റൽ അസറ്റ് പറഞ്ഞാൽ എന്തും ആകാലോ. അപ്പോഴാണ് ഇൻകം ടാക്സ് പറയുന്നത്. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ മൂന്ന് കാര്യങ്ങളാണ്. ഈ മൂന്ന് പോയിൻ്റാണ്. ഈ പോയിന്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ക്യാപിറ്റൽ അസറ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഈ പോയിന്റിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളോ അത് ക്യാപിറ്റൽ അസറ്റ് ആക്കണ്ട. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ ക്യാപിറ്റൽ അസറ്റ് നമുക്ക് നോക്കാം. പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ എൻ അസസി ഫോർ എനി പർപ്പസ്. ഏതൊരു പർപ്പസിന് വേണ്ടിയിട്ട് എന്തൊരു സാധനം നിങ്ങൾ കൈവശം വെച്ചാലും അത് ക്യാപിറ്റൽ അസറ്റാണെന്ന് പറയുന്നത്. അത് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ്, ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടി ആണെങ്കിലും കുഴപ്പമില്ല, അത് എന്ത് പർപ്പസിന് ഉപയോഗിക്കുകയാണെങ്കിലും അതെന്താണ്? ക്യാപിറ്റൽ അസറ്റാണ്. അപ്പോൾ ഈ എനി കൈൻഡ് എന്ന് പറയുമ്പോൾ ഏതൊരു തരത്തിലുള്ളതെന്ന് പറയുമ്പോൾ അതൊന്നെങ്കിൽ മൂവബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ മൂവബിൾ അല്ലാത്തതായിരിക്കാം. ഇപ്പോൾ നിങ്ങളൊരു കാറ് വാങ്ങി, അത് മൂവബിൾ അല്ലേ. നിങ്ങളിപ്പോൾ ഒരു ലാൻഡ് വാങ്ങി, അത് ഇമ്മൂവബിൾ അല്ലേ. അപ്പോൾ അതൊന്നും മാറ്ററല്ല. ഏതൊരു പ്രോപ്പർട്ടി, നിങ്ങൾ ഏത് കൈൻഡിൽ തരത്തിലുള്ളൊരു സാധനം വാങ്ങിയാലും അതെന്താണ്? അത് ക്യാപിറ്റൽ അസറ്റാണെന്ന് പറയുന്നത്. കൂടെ തന്നെ പറയുന്നത് എനി പർപ്പസ്, നിങ്ങളത് പേഴ്സണൽ പർപ്പസിനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് പർപ്പസിനായിരിക്കാം. ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ പ്രോപ്പർട്ടി വാങ്ങുകയെന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങളെ ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള അണ്ടറിലാണ് പെടുക എന്നാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു പ്രോപ്പർട്ടി എന്താവശ്യത്തിന് വാങ്ങിയാലും അത് ക്യാപിറ്റൽ അസറ്റാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള ഏകദേശം എല്ലാ സാധനവും പെട്ടില്ലേ. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് സെക്യൂരിറ്റി ഹെൽഡ് ബൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഒരു സെക്യൂരിറ്റി നമ്മുടെ ഷെയർ മാർക്കറ്റിലെ ഷെയർ അങ്ങനെ ആലോചിച്ചാൽ മതി. ഷെയർ മാർക്കറ്റിലെ ഷെയറൊക്കെ എന്താണ്? ഒരു സെക്യൂരിറ്റിയാണ്. അപ്പോൾ സെക്യൂരിറ്റി ഹെൽഡ് ബൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഇതിനെ ഷോർട്ടാക്കി FII എന്ന് പറയും കേട്ടോ. അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് ഷോർട്ടാക്കിയിട്ട് എന്ത് വിളിക്കാം? FII എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഈ കാര്യം മാത്രം മനസ്സിലാക്കുക. സെക്യൂരിറ്റി ഹെൽഡ് ബൈ FII അതെന്താണ്? അതും ക്യാപിറ്റൽ അസറ്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു സംശയം വരണം. ഈ FII എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, സെക്യൂരിറ്റി ഹെൽഡ് ബൈ FII, അതൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക. ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു കമ്പനിയെ പോലത്തെ ഒരു സംഭവമാണ് ഈ FII എന്നുള്ളത്. അപ്പോൾ അവർ ഹെൽഡ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി അതും ക്യാപിറ്റൽ അസറ്റാണെന്ന് രണ്ടാമത് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. കാരണം എന്താ? ആദ്യം ഒന്നാമത്തെ പോയിന്റിൽ തന്നെ എനി കൈൻഡ് ഏതൊരു സാധനം, അതായത് ഏതൊരു പ്രോപ്പർട്ടി എന്ത് പർപ്പസിന് കയ്യിൽ വെച്ചാൽ അത് ക്യാപിറ്റൽ അസറ്റാണെന്ന് ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ പോയിന്റിൽ അഗൈൻ റിപ്പീറ്റായി പറയുകയാണ്, അത് FIIൻ്റെ കയ്യിലുള്ള സെക്യൂരിറ്റിയും എന്താണ്? ക്യാപിറ്റൽ അസറ്റ്. അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ? ഒന്നാമത്തെ പോയിന്റിൽ തന്നെ ആ കാര്യം ഇൻവോൾവ് ആയില്ലേ എന്നുള്ളൊരു സംശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അതിൻ്റെ റീസൺ ഞാൻ പിന്നെ പറഞ്ഞുതരാം. വൈ ദിസ് പോയിന്റ് ഈസ് റെലവൻറ്റ് എന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ മാറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു പ്രസൻറ്റേഷനിൽ നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ്, യൂണിറ്റ്സ് ഓഫ് ULIP വേർ ആനുവൽ പ്രീമിയം പേയബിൾ എക്സീഡ്സ് 2,50,000. 2,50,000 മുകളിലേക്കുള്ള ഒരു പ്രീമിയം എമൗണ്ട് നമ്മൾ വർഷം ULIPൻ്റെ യൂണിറ്റിലേക്ക് അടക്കുകയെന്നുണ്ടെങ്കിൽ, ULIP എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. അതൊരു സാധാരണ ഇൻഷുറൻസ്. ഓരോ ഇൻഷുറൻസിന് ഓരോ പർപ്പസ് ഉണ്ടാവില്ലേ. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, മറൈൻ ഇൻഷുറൻസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്, ജനറൽ ഇൻഷുറൻസ് ഉണ്ട്. അതേപോലത്തെ ഒരു ഇൻഷുറൻസാണ് ULIP, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. ഇതിനൊരു കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, കുറച്ച് പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. അതെന്താണെന്നുള്ള നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ഇൻഷുറൻസ് പ്ലാനാണ്. ആ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നമ്മളൊരു യൂണിറ്റ് വാങ്ങുക. അതായത് നമ്മൾ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഷെയറൊക്കെ വാങ്ങൂലേ, അതേപോലെയാണ് ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് നമ്മളൊരു യൂണിറ്റ് വാങ്ങുക. ഷെയർ വാങ്ങുന്ന പോലെ തന്നെ യൂണിറ്റ് വാങ്ങും. അപ്പോൾ അങ്ങനെ വാങ്ങുന്നൊരു യൂണിറ്റ് നമ്മൾ ആനുവലി എന്ത് ചെയ്യേണ്ടി വരും? വർഷം അതിന് പ്രീമിയം അടക്കേണ്ടി വരും. ഒരു വർഷം ഇത്ര പ്രീമിയം എമൗണ്ട് അടക്കണം, അടുത്ത വർഷം ഇത്ര, എല്ലാ വർഷവും ഒരു നിശ്ചിത ഒരു കാലാവധി ഉണ്ടാവും. ഇപ്പോൾ ഒരു 5 വർഷത്തേക്ക് എന്ത് ചെയ്യേണ്ടി വരും? 1,00,000 രൂപ വർഷം അടക്കേണ്ടി വരും. ഈ വർഷം 1 ലക്ഷം അടിച്ചു, അടുത്ത വർഷം 5 ലക്ഷം അടിച്ചു, അങ്ങനെ 5 വർഷത്തേക്ക് 5 ലക്ഷം ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ഓരോ വർഷം 5 ലക്ഷം വെച്ചിട്ട് ആനുവലായിട്ട് നമ്മളൊരു പ്രീമിയം എമൗണ്ട് അടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവമാണ് ഈ ULIPൻ്റെ യൂണിറ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ, നമ്മളൊന്നും പേടിക്കണ്ട. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ അടുത്ത പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ULIPൻ്റെ യൂണിറ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ വർഷം
ആനുവലി നിങ്ങൾ 2,50,000 മുകളിലേക്കുള്ളൊരു എമൗണ്ട് നിങ്ങൾ പ്രീമിയമായിട്ട് അടക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റിന് നിങ്ങൾ എന്തിൻ്റെ അണ്ടറിലാണ് ടാക്സ് അടക്കേണ്ടത്? ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിലാണ്. കാരണം ആ യൂണിറ്റും ക്യാപിറ്റൽ അസറ്റായി പരിഗണിക്കും. ഓക്കെ, അപ്പോൾ FIIൻ്റെ കേസിൽ എങ്ങനെയാണ്? FII ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി എന്താണ്? ക്യാപിറ്റൽ അസറ്റാണ്. അപ്പോൾ ഈ 3 പോയിൻ്റ് നിങ്ങൾ മനസ്സിലേക്ക് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് കയറ്റി വെക്കുക. അപ്പോൾ ഈ എക്സ്ട്രാ അഡീഷണൽ വന്ന 2 പോയിൻ്റ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എനി പർപ്പസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊരു സാധനം, ലോകത്തുള്ള എല്ലാ സാധനവും പെട്ട്, മനസ്സിലായോ? എനി പ്രോപ്പർട്ടി പർപ്പസ് എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാ സാധനവും പെട്ട്. പിന്നെ ആക്കിയാൽ എന്തിനാണ് റിപ്പീറ്റായിട്ട് ഈ 2 പോയിൻ്റ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിൻറ്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എക്സാമ്പിൾസ് ഫോർ FII ആണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഭാഗം പരിശോധിക്കാൻ പോകണം, എന്താണ് അവിടെ നടക്കുന്ന പ്രാക്ടിക്കൽ സൈഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ FIIനെ കുറിച്ച് ഞങ്ങൾക്ക് ഷോർട്ടാക്കിയിട്ടൊരു സംഭവം പറഞ്ഞുതരാം, എന്താണ് സംഭവം എന്നുള്ളത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിളായിട്ടുള്ള ഒരു കമ്പനി നമുക്ക് എടുക്കാം, ബ്ലൂ റോക്ക് ഗ്ലോബൽ ഫണ്ട്. ലോകത്തിൽ ഏറ്റവും അറിയപ്പെട്ട ഒരു ഇൻവെസ്റ്റിംഗ് കമ്പനിയാണ് ബ്ലൂ റോക്ക് ഗ്ലോബൽ ഫണ്ട്. ഇവരെ പരിപാടി എന്താ പറയുക? ഇവർ അതായത് ഇന്ത്യക്ക് പുറത്തേക്കാരും ഞാൻ പറഞ്ഞ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഒരു ഫോറിൻ സൈഡിലുള്ള ആളുകളാണ്. അപ്പോൾ ഫോറിൻ പുറത്ത് വളരെയധികം ക്ലിക്കായ ഒരു കമ്പനിയാണ്, ഇൻവെസ്റ്റിംഗ് മേഖലയിൽ ക്ലിക്കായ ഒരു കമ്പനിയാണ് ബ്ലൂ റോക്ക് ഗ്ലോബൽ ഫണ്ട്. ഇവർ പരിപാടി എന്താ പറയുക? ഇവർക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇവരെന്ത് ചെയ്യും? ഒരുപാട് ഷെയറുകൾ വാങ്ങും. എന്നിട്ട് ആ ഷെയർ എന്ത് ചെയ്യും? പുറത്തുള്ള ആളുകൾക്ക്, അതായത് അവരുടെ നാട്ടിൽ അവരെന്ത് ചെയ്യും? മറിച്ച് വിൽക്കും. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഷെയർ വാങ്ങിയിട്ട് അത് അവരുടെ നാട്ടിൽ അവർ കച്ചവടം ചെയ്യും. മനസ്സിലായോ? അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, അവരുടെ നാട്ടിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിന് അവർ ഒപ്പിച്ച് തരികയാണ് നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്തിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇൻഫോസിസ്, റിലയൻസ്, ടാറ്റ, ഇതുപോലുള്ള ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള കമ്പനികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും? സ്റ്റോക്ക് മാർക്കറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ ഷെയർ ഉണ്ടാകും. ആ ഷെയർ എന്ത് ചെയ്യും? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിയിട്ട് അവരുടെ നാട്ടിൽ എന്ത് ചെയ്യും? അവരത് സെല് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ് നടന്നത്? FII എന്ത് ചെയ്തു? ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഒരു സ്റ്റോക്ക് വാങ്ങി, അപ്പോൾ പർച്ചേസ് ചെയ്തു. എന്നിട്ട് അതെന്ത് ചെയ്തു? അവരുടെ നാട്ടിൽ അത് സെയിൽ ചെയ്തു. അപ്പോൾ സെയിൽ മൈനസ് പർച്ചേസ് എന്താണ്? ക്യാപിറ്റൽ ഗെയിനാണ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആവാനുള്ള കാരണം എന്താ? അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഷെയറുകളൊക്കെ എന്താണ്? സ്റ്റോക്കായിട്ട് പരിഗണിക്കും. അതൊക്കെ എന്തായിട്ട് പരിഗണിക്കും? അതൊക്കെ സ്റ്റോക്കാണ്. അതൊക്കെ എന്താണ്? സ്റ്റോക്ക് എന്നല്ല, അതൊക്കെ എന്താണ്? ക്യാപിറ്റൽ അസറ്റാണ്. ഓക്കെ, അപ്പോൾ ആ ക്യാപിറ്റൽ അസറ്റ് മറിച്ച് വിൽക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടും? ക്യാപിറ്റൽ ഗെയിന് കിട്ടും. അതിന് അവരെന്ത് ചെയ്യണം? ടാക്സ് അടക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പോയിൻ്റ് ഇവിടെ പറയാനുള്ള റീസൺ എന്തെന്ന് വെച്ചാൽ, നേരത്തെ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞല്ലോ, എല്ലാ കാര്യവും ഇതിൽ ഉൾപ്പെടുന്നു പറഞ്ഞിട്ട് പിന്നെയും ഈ FIIൻ്റെ കേസ് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം, ശരിക്ക് ഇവിടെ നമുക്കൊരു സംശയം തോന്നണം. അതായത് നമ്മൾ ശരിക്കും നമ്മളൊരു മാനുഫാക്ചറിങ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർ എന്താ ചെയ്യുക? മെറ്റീരിയൽ പർച്ചേസ് ചെയ്യും. എന്നിട്ട് ആ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് അത് മറിച്ച് വിൽക്കും. അല്ല, അങ്ങനെയല്ലേ ചെയ്യുക? അപ്പോൾ ആ മെറ്റീരിയലൊക്കെ എന്താണ്? അവരുടെ സ്റ്റോക്കാണ് അല്ലേ? അപ്പോൾ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിയിട്ട് ആ സ്റ്റോക്ക് നമ്മൾ വിൽക്കുകയെന്നുണ്ടെങ്കിൽ അത് PGBPൻ്റെ അണ്ടറിലല്ലേ ടാക്സ് അടക്കേണ്ടത്? അപ്പോൾ അതേപോലത്തെ ഒരു സംഭവം തന്നെയല്ലേ ഇവരുടെ ഒരു വിൽപ്പന വസ്തു എന്ന് പറഞ്ഞാൽ. FIIനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിൽപ്പന വസ്തു എന്താ? ഷെയർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഷെയറുകളാണ്. അപ്പോൾ ആ ഷെയറുകൾ ശരിക്കും അവരുടെ സ്റ്റോക്കല്ലേ? വിൽപ്പന വസ്തു എന്താണ്? സ്റ്റോക്കാണ് അല്ലേ? നമ്മൾ വിൽക്കാൻ വാങ്ങി വെച്ച മെറ്റീരിയൽ എന്താണ്? സ്റ്റോക്കാണ്. അങ്ങനെ ഇവർ വിൽക്കാൻ വാങ്ങി വെച്ച ഷെയറുകളും ശരിക്കും എന്താണ്? സ്റ്റോക്കാണ്. അപ്പോൾ സ്റ്റോക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബിസിനസ് അല്ലേ? PGBPൻ്റെ അണ്ടറിലല്ലേ ടാക്സ് ചെയ്യേണ്ടത്? പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളൊരു സംശയം വരണം. അപ്പോൾ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയാനുള്ള റീസണ്, ഈ FIIൻ്റെ കേസ് പ്രത്യേക രണ്ടാമത് എടുത്ത് പറയാനുള്ള കാരണം, FII ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വിൽപ്പന വസ്തു ഉണ്ടല്ലോ, ഷെയറുകൾ ഉണ്ടല്ലോ, അതൊന്നും സ്റ്റോക്കായി പരിഗണിക്കില്ല. കാരണം അത് സ്റ്റോക്കായി പരിഗണിച്ചാൽ PGBPൻ്റെ അണ്ടറിൽ ടാക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്നും സ്റ്റോക്കല്ല. ഇവർ ശരിക്കും ഇത് സ്റ്റോക്കായിട്ടാണ് അവരെ കയ്യിൽ വെക്കുക അല്ലേ? വിൽപ്പന വസ്തു അല്ലേ ഇവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അവരുടെ നാട്ടിൽ ഷെയർ സെല് ചെയ്യല്ലേ? ശരിക്കും ഇത് അവരുടെ സ്റ്റോക്കാണെന്നുണ്ടെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊരു സ്റ്റോക്കായി പരിഗണിക്കണില്ല. അപ്പോൾ സ്റ്റോക്കല്ലാത്തൊരു സാധനമാണ് ഇവരെ കയ്യിലുള്ളത്. അപ്പോൾ അതിനൊരു പേരിട്ട് ക്യാപിറ്റൽ അസറ്റ്.
മനസ്സിലായി. അപ്പോൾ ഇത് ക്യാപിറ്റൽ അസറ്റാണ് പരിഗണിക്കുക. സ്റ്റോക്കായി പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ PGBP അണ്ടറിലാണ് ടാക്സ് എടുക്കേണ്ടത്. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണ് അത് സ്റ്റോക്കായിട്ട് പരിഗണിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആ ക്യാപിറ്റൽ അസറ്റാണ് പരിഗണിച്ചത്, അതുകൊണ്ട് ആ ക്യാപിറ്റൽ ഗെയിൻ അണ്ടറിലാണ് ടാക്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി എക്സാമ്പിൾ ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി താഴെ ഇതിൻ്റെ റീസണും കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നോർമലായിട്ടുള്ള ഇന്ത്യയിലുള്ള ഒരാൾ ഇൻഫോസിസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ റിലയൻസിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഷെയർ വാങ്ങിയിട്ട് അത് മറിച്ച് വിൽക്കുകയെന്നുണ്ടെങ്കിൽ അത് PGBP അണ്ടറിലാണ് ടാക്സ് ചെയ്യുക. കാരണം എന്താണ്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിൽക്കാൻ വെച്ച വിൽപ്പന വസ്തുവല്ലേ, അപ്പോൾ അതൊരു സ്റ്റോക്കല്ലേ. അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് ഞാൻ പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ PGBP അണ്ടറിലാണ് ടാക്സ് അടക്കേണ്ടത്. പക്ഷേ ഇതേ സംഭവം FII ആണ് വാങ്ങിയത് എന്നുണ്ടെങ്കിൽ അവർ വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്തിൻ്റെ അണ്ടറിലാണ് ടാക്സ് എടുക്കുക, ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിലാണ് ടാക്സ് എടുക്കുക. വളരെ എളുപ്പമല്ലേ, സിമ്പിളല്ലേ, മനസ്സിലായില്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് യൂലിപ്പിൻ്റെ കേസ് ഒന്ന് പഠിച്ചാലോ? ഓക്കെ, യൂലിപ്പിൻ്റെ കേസ് ഇതേപോലെ തന്നെയാണ്, വളരെ സിമ്പിളാണ്. അതായത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ഒരു പ്രത്യേകത ഉണ്ട്. അവരുടെ കയ്യിൽ നിന്ന് നമ്മളൊരു യൂണിറ്റ് വാങ്ങുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ ഷെയർ വാങ്ങണ പോലെയാണ് കേട്ടോ. അപ്പോൾ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു യൂണിറ്റ് വാങ്ങുകയെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ വർഷം ഓരോ പ്രീമിയം എമൗണ്ട് അടക്കേണ്ടി വരും. ഒരു ആനുവൽ പ്രീമിയം അടക്കേണ്ടി വരും. നമ്മൾ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ എന്താ ചെയ്യുക, ഒരു വർഷം ഒരു ഇത്ര എമൗണ്ട് പ്രീമിയം എമൗണ്ട് ഉണ്ടാവില്ല. എക്സാമ്പിൾ പറയുന്നത് 1 ലക്ഷം പ്രീമിയം എമൗണ്ട് ഉണ്ടാവും. അങ്ങനെ ഇത്ര വർഷത്തേക്കാണ് നമ്മൾ എടുക്കുക. അതേപോലെ തന്നെയാണ് യൂലിപ്പിൻ്റെ യൂണിറ്റ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഓരോ വർഷാവർഷം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ആനുവൽ പ്രീമിയം അടക്കേണ്ടി വരും. പക്ഷേ ഇവിടെ പ്രത്യേകത എന്താ പറയുക, നമ്മളൊരു പ്രീമിയം എമൗണ്ട് ഇപ്പോൾ 1 ലക്ഷമാണ് അടക്കണമെന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷത്തിൽ ഒരു 40% അവരെന്ത് ചെയ്യും, മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ബാക്കി 60% അവരെന്ത് ചെയ്യും, പ്രീമിയം എമൗണ്ടിലേക്ക് കൺസിഡർ ചെയ്യും. അങ്ങനെ ആക്കിയുള്ള ഗുണം എന്താ, മ്യൂച്വൽ ഫണ്ടിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോഫിറ്റിൻ്റെ ഷെയർ നമുക്ക് തരും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും, ഇതിൻ്റെ ഒരു സെറ്റിൽ എമൗണ്ട് 5 വർഷത്തിനാണെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സെറ്റിൽ എമൗണ്ട് ഉണ്ടാവുമല്ലോ, ഒരു ക്ലെയിം എമൗണ്ട് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു പോളിസി എമൗണ്ട് എന്നൊക്കെ പറയും. ആ ഒരു എമൗണ്ടും കിട്ടും. പിന്നെ ഇവർ നമ്മുടെ കൊടുത്ത ആ പൈസയിൽ നിന്ന് തന്നെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് കിട്ടിയ ഷെയർ പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് തരും. അപ്പോൾ അത് ഭയങ്കര ഹ്യൂജ് ഗെയിൻ നമുക്ക് കിട്ടൂലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ യൂലിപ്പിൻ്റെ യൂണിറ്റ് വാങ്ങാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പ്രാക്ടിക്കലി ഇതിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൈഡ് ഉണ്ടെങ്കിലും മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ പരാജയപ്പെടാം, അപ്പം നമുക്ക് ലോസൊക്കെ വരാം. അങ്ങനത്തെ സൈഡുകളൊക്കെ ഉണ്ടെങ്കിലും നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിലും ഇതിന് ഇങ്ങനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരാളെന്ത് ചെയ്യാണ്, ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്യാണ്. അയാൾ കാലാവധി തീരുന്നവരെ അത് ഹോൾഡ് ചെയ്യും. ചിലപ്പോൾ 5 വർഷത്തിനൊക്കെ കയറി ഉണ്ടാവുക. അപ്പോൾ 5 വർഷം അയാൾ ഹോൾഡ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും, 5 വർഷം കഴിഞ്ഞിട്ട് അത് വിൽക്കണ പോലെ തന്നെയാണ് ഇവിടെ സംഭവം കൺസിഡർ ചെയ്യുക. നമ്മൾ പൈസ എങ്ങനെ അടക്കും, അപ്പോൾ അവരിങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തില്ലേ, പിന്നെ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് അങ്ങനെ തന്നെ കൊടുക്കും. അപ്പോൾ വിൽക്കണ പോലെ ആയില്ലേ, അപ്പോൾ പർച്ചേസും സെയിലും തമ്മിലുള്ളൊരു വാല്യൂ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഇവിടെ യൂലിപ്പിൻ്റെ യൂണിറ്റും എന്താണ്, ക്യാപിറ്റൽ അസറ്റാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ മുകളിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. 2 ലക്ഷം 1 ലക്ഷം, ഇപ്പോൾ 3 ലക്ഷമാണ് നമ്മൾ ആനുവലി പ്രീമിയം അടക്കണമെന്നുണ്ടെങ്കിൽ 2 ലക്ഷം അവർ പ്രീമിയം എമൗണ്ട് ആക്കി കൺസിഡർ ചെയ്യും. ബാക്കി 1 ലക്ഷം അവർ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത 3 ലക്ഷത്തിന് അവരൊരു തുക പറഞ്ഞിട്ടുണ്ടാവും, പ്രീമിയം പോളിസി എമൗണ്ട് ആയിട്ട് എനിക്ക് ഇത്ര രൂപ തിരിച്ച് തരും എന്ന് പറഞ്ഞിട്ടുണ്ടാകും. പ്ലസ് ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് കിട്ടിയ പ്രോഫിറ്റ് കൂടെ നമുക്ക് തരും. ഓക്കെ, നമ്മൾ ഹാപ്പി അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റ് സ്പെസിഫിക്കലി എടുത്ത് പറയാനുള്ള റീസൺ എന്താ, നേരത്തെ FIIൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു ആ പോയിന്റ് എന്തിനാണ് സ്പെസിഫിക്കലി അവിടെ പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ ഇനി യൂലിപ്പിൻ്റെ കേസിൽ എന്തിനാണ് ഈ സ്പെസിഫിക്കലി വരുന്നത് ഒരു പോയിൻ്റാക്കി പറയാനുള്ള കാരണം എന്നറിയോ? കാരണം ഈ 2021 ഫിനാൻസ് ആക്ട് വരെയൊക്കെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പോളിസി എമൗണ്ട് ഉണ്ടല്ലോ, അതിന് ടാക്സ് ഇല്ലായിരുന്നു. ഈ അടുത്ത് 2022 ഫിനാൻസ് ആക്ട് മുതലാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് കൊണ്ടുവന്നത്, ഈ ഒരു പ്രീമിയം പോളിസി എമൗണ്ട് നമ്മൾ ടാക്സ് കൊടുക്കണം എന്നുള്ളൊരു സമ്പ്രദായം കൊണ്ടുവന്നത്. അതായത് നിങ്ങൾക്ക് സെക്ഷൻ 10 നോക്കി അവിടെ കാണാൻ പറ്റും, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പോളിസി എമൗണ്ട് നിങ്ങൾ ടാക്സ് അടക്കേണ്ട, അത് എക്സംപ്റ്റഡ് ഇൻകാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പെസിഫിക്കലി അത് അവിടെ എടുത്ത് പറഞ്ഞതുകൊണ്ട് നമുക്കൊരു സംശയം തോന്നാം, നമുക്കാകെ ഒരു കൺഫ്യൂഷൻ തോന്നാം. അതായത് ക്യാപിറ്റൽ അസറ്റിൻ്റെ കേസിൽ പറഞ്ഞു ഏതൊരു തരത്തിലുള്ള പ്രോപ്പർട്ടി എന്ത് പർപ്പസിന് ഉപയോഗിച്ചാലും അത് ക്യാപിറ്റൽ അസറ്റാണെന്ന് പറഞ്ഞൊരു പോയിൻ്റ് നമുക്ക് കാണാം. അതേസമയം സെക്ഷൻ 10 പോയ ഇൻഷുറൻസ്
കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പോളിസി എമൗണ്ട്, അതായത് നമ്മളൊരു ക്യാപിറ്റൽ അസറ്റാണ് ഇൻഷുറൻസ് കമ്പനീൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് വിറ്റത് കിട്ടുന്ന എമൗണ്ടിന് ടാക്സ് അടക്കണ്ടെന്ന് അവിടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് തമ്മിലും വൈരുദ്ധ്യമാകും. അപ്പോൾ മാത്രമല്ല 2022 ഫിനാൻസ് ആക്ടിൽ ഇവരൊരു നിയമം കൊണ്ടുവന്നു, 2,50,000 മുകളിൽ പ്രീമിയം അടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പോളിസി എമൗണ്ടിന് നിങ്ങൾ എന്ത് ചെയ്യണം, ടാക്സ് അടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ സെക്ഷനും കൂടെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒറ്റ വാക്കിൽ നമ്മളിങ്ങനെ ക്യാപിറ്റൽ അസറ്റാന്ന് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ സെക്ഷൻ്റെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ സെക്ഷനിൽ പറഞ്ഞ ഒരു എക്സെപ്ഷണൽ കേസ് ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. മനസ്സിലായോ? ഇത് 2,50,000 താഴേക്കാണ് പോളിസി എമൗണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് അടക്കണ്ട എന്നുള്ളത് നമുക്ക് ഇതിന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഇവിടെ അത് സ്പെസിഫിക്കലി എടുത്തു പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് റെലവൻ്റ് എന്ന് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ 3 കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 3 കാര്യങ്ങളെ ക്യാപിറ്റൽ അസറ്റ് ആകുള്ളൂ. ഓക്കെ. ഇതിനപ്പുറത്തേക്ക് വേറൊരു ക്യാപിറ്റൽ അസറ്റ് ഇല്ല. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ക്യാപിറ്റൽ അസറ്റ് ആക്കുക. ഏതാണ് സാർ ആ 3 കാര്യങ്ങൾ? എനി കൈൻഡ് ഹെൽഡ് ഫോർ എനി പർപ്പസ്, അത് ഒന്നാണ്. രണ്ടാമത്താണ് FIIൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സെക്യൂരിറ്റികൾ. മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്? യൂലിപ്പിൻ്റെ കയ്യിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള യൂണിറ്റുകൾ. ഓക്കെ അല്ലേ? ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ക്യാപിറ്റൽ അസറ്റിൽ പെടാത്തത് എന്നുള്ളത് നോക്കാം. ഓക്കെ. ഫസ്റ്റ് പറയുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡാണ്. അതായത് നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ളൊരു സാധനം, അതെന്താണ്? സ്റ്റോക്ക് ഇൻ ട്രേഡാണ് അല്ലേ? പക്ഷേ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. ബട്ട് സെക്യൂരിറ്റി ഹെൽഡ് ബൈ FII ഈസ് എ ക്യാപിറ്റൽ അസറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ശരിക്കും നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ച സാധനം അത് എന്താണ് അത് ശരിക്കും സ്റ്റോക്ക് ഇൻ ട്രേഡാണ്. പക്ഷേ FII വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതെന്തല്ല, ക്യാപിറ്റൽ അതല്ല, സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ല, അതവിടെ ക്യാപിറ്റൽ അസറ്റാണ്. കൺഫ്യൂഷൻ ആവൊന്നും വേണ്ട. നമ്മൾ സാധാരണ ഒരാൾ ഒരു ഷെയർ വാങ്ങുകയെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്റ്റോക്ക് ഇൻ ട്രേഡാണ്, വിൽക്കാൻ വേണ്ടി വാങ്ങിച്ച വിൽപ്പന വസ്തുവാണ്. പക്ഷേ FIIനെ സംബന്ധിച്ചിടത്തോളം വിൽക്കാൻ വേണ്ടി വാങ്ങി വെച്ച വിൽപ്പന വസ്തുവിന് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നല്ല പറയാം, അവിടെ ക്യാപിറ്റൽ അസറ്റ് എന്നാണ് പറയാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്തിൽ പെടൂല, ക്യാപിറ്റൽ അസറ്റിൽ പെടൂല. പക്ഷേ FIIൻ്റെ കയ്യിലുള്ള സെക്യൂരിറ്റി ഉണ്ടല്ലോ, അതെന്താണ്? ക്യാപിറ്റൽ അസറ്റാണ്, അത് സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ല. ഓക്കെ. ഇനി എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോർമലി ഒരു ഇന്ത്യയിലുള്ള ഒരാൾ റിലയൻസിൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്റ്റോക്ക് വാങ്ങുകയെന്നുണ്ടെങ്കിൽ അയാളത് മറിച്ച് വിൽക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇൻകം ഏതാ? ബിസിനസ് ഇൻകമാണ്. കാരണം അയാളുടെ കയ്യിലുള്ള ആ ഒരു സാധനം എന്താണ്, ആ ഒരു ഷെയർ എന്താണ്? ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻ ട്രേഡാണ്. അതുകൊണ്ട് തന്നെ അത് ബിസിനസ് ഇൻകമാണ്. പക്ഷേ FII ഇതേ സമയത്ത് റിലയൻസ് കമ്പനിയിൽ നിന്ന് ഒരു ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ അതിനെന്തെന്ന് പറയാം? ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാം, അതിന് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയില്ല. അതുകൊണ്ട് തന്നെ അത് എന്തിൻ്റെ അണ്ടറിലാണ് ടാക്സ് എടുക്കുക? അത് ക്യാപിറ്റൽ ഗെയിനിൻ്റെ അണ്ടറിലാണ് ടാക്സ് എടുക്കുക. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. ഇനി നമ്മൾ പേഴ്സണൽ എഫക്റ്റാണ്. നമ്മൾ സ്വന്തമായിട്ട് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വാങ്ങി വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കാറ് പേഴ്സണൽ എഫക്ട്സ് ആണ്, അതുപോലെ ഒരു സ്വർണം ഒരു പേഴ്സണൽ എഫക്ട്സ് ആണ്, പെന്ന് പെൻസില് ബുക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, നമ്മുടെ വീട് വരെ എന്താണ്? പേഴ്സണൽ എഫക്ട്സ് ആണ്. അപ്പോൾ പേഴ്സണലായിട്ടുള്ള എഫക്ട്സുകൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മൂവബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഉപയോഗിച്ച കാര്യങ്ങളാകാം. ഇപ്പോൾ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, മിക്സി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്? നമ്മുടെ പേഴ്സണൽ എഫക്ട്സ് ആയിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും എന്തല്ല? ക്യാപിറ്റൽ അസറ്റ് അല്ല. പക്ഷേ ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? ക്യാപിറ്റൽ അസറ്റാണ്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ജ്വല്ലറി, നേരത്തെ പറഞ്ഞു സ്വർണം സംഭവം ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ അതൊരു നമുക്ക് തോന്നും അത് നമ്മൾ പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കുന്നതല്ലേ? ശരിയാണ്. പക്ഷേ അത് എക്സെപ്ഷണൽ കേസാണ്. അതെന്തായിരിക്കും? ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ശരിക്കും പേഴ്സണലായിട്ട് നമ്മൾ എന്ത് കാര്യം ഉപയോഗിച്ചാലും അത് ക്യാപിറ്റൽ അസറ്റ് അല്ല. പക്ഷേ ഇവിടെ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ജ്വല്ലറി നിങ്ങൾ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അതെന്താണ്? അത് ക്യാപിറ്റൽ അസറ്റാണ്. ഓക്കെ. ഇനി പെയിൻറ്റിങ്സ്, അതുപോലെ ഡ്രോയിങ്സ്, എനി വർക്ക് ഓഫ് ആർട്ട്, നമ്മൾ ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. വർക്ക് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ ചിത്രം വരയ്ക്കാൻ മാത്രമല്ല, ഇപ്പോൾ ചിത്രം തുന്നി ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു ആർട്ടാണല്ലോ. അപ്പോൾ എന്ത് തരത്തിലുള്ള ആർട്ടായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതെന്താണ്? ക്യാപിറ്റൽ അസറ്റാണ്. ആർക്കിയോളജിക്കൽ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ പുരാതന വസ്തുക്കൾ, അതുപോലെ സ്കൾപ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിംബങ്ങൾ, രൂപങ്ങൾ, നമ്മൾ കട്ടൗട്ട് എന്നൊക്കെ പറയുമല്ലോ, ഓരോ സാധനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാകും, ഓരോരുത്തരുടെ രൂപങ്ങൾ, അതൊക്കെ എന്താണ്? സ്കൾപ്ചേഴ്സാണ്. അപ്പോൾ അതും ക്യാപിറ്റൽ അസറ്റാണ്. എക്സാമ്പിളായിട്ട് ഞാൻ ചിത്രം സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ പോയിൻ്റാണ് കേട്ടോ. അത് 2 എന്നാണ് കൊടുത്തത്. ആക്ച്വലി അത് മൂന്നാമത്തെ പോയിൻ്റാണ്. അഗ്രികൾച്ചറൽ
ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ റൂറൽ ഏരിയ. നമ്മുടെ ഒരു റൂറൽ ഏരിയയിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടല്ലോ, അതും എന്തല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല. അത് ക്യാപിറ്റൽ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വിറ്റ് നമ്മൾ ടാക്സ് അടക്കേണ്ടി വരും. പക്ഷേ ഇവിടെ പറയുകയാണ് റൂറൽ ഏരിയയിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് അത് ക്യാപിറ്റൽ അസറ്റ് അല്ല. അതുകൊണ്ട് തന്നെ അത് വിറ്റാൽ അതിന് കിട്ടുന്ന ഇൻകം ടാക്സബിൾ അല്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യം മനസ്സിലാക്കാം. ഒരു ലാൻഡ് റൂറൽ ഏരിയയിലാണ് സിറ്റുവേറ്റഡ് ചെയ്തെന്നുണ്ടെങ്കിൽ അതെന്തല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല. പക്ഷെ അത് റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ അതിനർത്ഥം എന്താ, അത് അർബൺ ഏരിയയിലാണ്. അപ്പോൾ അർബൺ ഏരിയയിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റാണ്. സോ അത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻകം ടാക്സബിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റൂറൽ ഏരിയ അർബൺ ഏരിയ എന്നൊക്കെ എങ്ങനെയാണ് നമ്മളത് ഡിസൈഡ് ചെയ്യുക? എന്തിൻ്റെ ബേസിലാണ് ഒരു കാര്യം റൂറൽ ഏരിയ ആകുക? ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ രണ്ട് കാര്യങ്ങളാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഒന്ന്, നമ്മുടെ ലാൻഡ് നിൽക്കുന്നൊരു സ്ഥലം ഉണ്ടല്ലോ, എടാ നമ്മൾ വിൽക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ളൊരു ലാൻഡ് ഉണ്ടല്ലോ, ആ ലാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള നിയർ ബൈ ആയിട്ടുള്ള സിറ്റി നമ്മൾ നോക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മുനിസിപ്പാലിറ്റി നോക്കുക. അവിടെയുള്ള പോപ്പുലേഷനെയാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. അതായത് നമ്മൾ വിൽക്കാൻ വെച്ച ലാൻഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ സിറ്റിയിലോ ഉള്ള ആളുകളുടെ പോപ്പുലേഷൻ എത്രയുണ്ട് എന്ന് നോക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ സ്ഥലത്ത് നിന്ന്, അതായത് ആ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ആ സിറ്റിയിൽ നിന്നോ നമ്മുടെ ലാൻഡിലേക്കുള്ള ദൂരം ഏരിയൽ വൈസ്, അതായത് ആകാശത്ത് കൂടെയുള്ള ദൂരം ഉണ്ടല്ലോ, അന്തരീക്ഷത്തിലൂടെയുള്ള ദൂരം, അതുമാണ് കൺസിഡർ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ വ്യക്തമായിട്ടത് മനസ്സിലാകും. ഓക്കെ, പോപ്പുലേഷൻ ഓഫ് നിയർ ബൈ സിറ്റി, അതായത് നമ്മൾ നിൽക്കുന്നൊരു ലാൻഡ്, ആ ലാൻഡിൻ്റെ തൊട്ടടുത്തുള്ള സിറ്റിയിലോ മുനിസിപ്പാലിറ്റിയിലോ 10,000 വരെ ആളുകളുള്ളൂ, അതായത് 10,000 അതിൽ കുറവേ ആളുകളേ ഉള്ളൂ എങ്കിൽ അവിടുന്ന് നമ്മൾ നിൽക്കുന്ന ലാൻഡിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും നമ്മൾ നിൽക്കുന്ന ലാൻഡ് റൂറൽ ഏരിയയിലാണ് എന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്താണ്, നമ്മൾ വിൽക്കാൻ വെച്ച ലാൻഡിൻ്റെ തൊട്ടടുത്തുള്ള മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ സിറ്റിയിലോ 10,000-ൽ കൂടുതൽ ആളുകളുണ്ട്, എന്നാൽ അത് 1,00,000-ന് താഴെയോ ആണ് എങ്കിൽ നമ്മളൊരു കാര്യം കൂടി ചെക്ക് ചെയ്യണം. അവിടുന്ന് ആ സിറ്റിയിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ നമ്മുടെ നിൽക്കുന്ന ലാൻഡിലേക്ക് 2 കിലോമീറ്ററിനേക്കാൾ കൂടുതൽ ദൂരമുണ്ട് എങ്കിൽ നമ്മുടെ ലാൻഡ് എന്താണ്, റൂറൽ ഏരിയയിലാണ്. ഓക്കെ, ഇനി പറയാണ് 1,00,000-ന് മുകളിൽ ആ സ്ഥലത്ത്, അതായത് നമ്മുടെ വിൽക്കാൻ വെച്ച ലാൻഡിൻ്റെ തൊട്ട അടുത്തുള്ള മുനിസിപ്പാലിറ്റിയിലോ സിറ്റിയിലോ 1,00,000-ന് മുകളിൽ ആളുണ്ട്, എന്നാൽ അത് 10,00,000-ന് താഴെയാണ് എങ്കിൽ ആ സ്ഥലത്തിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന ലാൻഡിലേക്ക് 6 കിലോമീറ്ററിനേക്കാൾ കൂടുതൽ ദൂരം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലാൻഡ് എന്താണ്, റൂറൽ ഏരിയയിലാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതേപോലെ തന്നെ ബാക്കിയുള്ള നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക, മനസ്സിലാക്കുക. ഐഡിയ കിട്ടിയോ? അപ്പോൾ ഇതിൻ്റെ ഒരു ലോജിക്ക് ഇത്രയേ ഉള്ളൂ. അതായത് ആ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ആ സിറ്റി ഉണ്ടല്ലോ, അവിടുന്ന് നമ്മൾ നിൽക്കുന്ന ലാൻഡ് ദൂരം കൂടും തോറും അതിനർത്ഥം എന്താ, ആ മുനിസിപ്പാലിറ്റിക്ക് പോയി നമ്മളെ വേണ്ടാന്നുള്ള അങ്ങനെ ഒരു ലോജിക്ക് എടുക്കുക. ദൂരം കൂടും തോറും അത്ര ആ ടൗൺ ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ആ സിറ്റി ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ അത്രയും ദൂരം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആ മുനിസിപ്പാലിറ്റിക്കും ആ സിറ്റിക്കൊന്നും അവിടുത്തെ ആളുകൾക്കൊന്നും നമ്മളെ വേണ്ട. അപ്പോൾ നമ്മളെ ലാൻഡ് എവിടെയാണ്, ഒരു റൂറൽ ഏരിയയിലാണ്. മനസ്സിലായോ? നമ്മുടെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലാൻഡിന് ഒരു നമ്മൾ നിൽക്കുന്ന നമ്മുടെ ലാൻഡിന് ഒരു വാല്യൂ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ആ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുത്തുമായിരുന്നു എന്നുള്ളൊരു ലോജിക്ക് എടുക്കുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഡിസ്റ്റൻസ് കൂടും തോറും ഇത്ര കിലോമീറ്ററിന് അതിൻ്റെ അപ്പുറത്തേക്കാണ് നിങ്ങളുടെ സ്ഥലം എന്നുണ്ടെങ്കിൽ ബോറ്, നിങ്ങൾ അങ്ങനത്തെ അപ്പുറത്തേക്കാണ് നിങ്ങളുടെ ലാൻഡ് എന്നുണ്ടെങ്കിൽ അത് റൂറൽ ഏരിയയിലാണ്. അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇതൊരു രസകരമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞോട്ടെ. ലോജിക്കലി ഇതൊന്നും അല്ലായിരിക്കാം, ഞാൻ ഇതിൻ്റെ ഒരു നിഗമനമാണ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ പറയുമ്പോൾ ഇഫ് വിത്തിൻ ദീസ് കിലോമീറ്റർ ഇറ്റ് ബിക്കംസ് അർബൺ ലാൻഡ് അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞു വിൽക്കാൻ വെച്ച ലാൻഡ് അതിൻ്റെ അടുത്തുള്ള മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ സിറ്റിയിൽ നിന്നോ 2 കിലോമീറ്ററിനേക്കാൾ കൂടുതൽ ദൂരമുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് 2 കിലോമീറ്ററിൻ്റെ അപ്പുറത്താണ് നിങ്ങളുടെ ലാൻഡ് എന്നുണ്ടെങ്കിൽ അത് റൂറൽ ഏരിയയാണ്. അതിനർത്ഥം എന്താണ്, ആ 2 കിലോമീറ്ററിനുള്ളിലോ ആ മുനിസിപ്പാലിറ്റിക്കുള്ളിലാണ് നിങ്ങളുടെ ലാൻഡ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് അർബൺ ഏരിയയിലായിരിക്കും. അർബൺ ഏരിയയിലുള്ള ഒരു ലാൻഡാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ക്യാപിറ്റൽ അസറ്റാണ്. ക്യാപിറ്റൽ അസറ്റ് എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടക്കേണ്ടി വരും. മനസ്സിലായോ? ഇനി നമുക്കിതിനൊരു എക്സാമ്പിൾ കൂടെ നോക്കാം.
ഓക്കെ, ഞാനൊരു ഗ്രാഫിക്കലായിട്ട് ഇതിനൊരു ചിത്രമാക്കി മാറ്റിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സിറ്റിയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ, അത് ഒരു നമ്മുടെ ലാൻഡ്, വിൽക്കാൻ വെച്ച ലാൻഡ്, ആ ലാൻഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു മുനിസിപ്പാലിറ്റിയോ ഒരു സിറ്റിയോ, ആ സിറ്റിയിൽ 10,000 വരെ ആളുകളുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടുന്ന് നമ്മുടെ നിൽക്കുന്ന ലാൻഡിലേക്ക് എത്ര ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ നിൽക്കുന്ന ലാൻഡ് എവിടെയാണ്? റൂറൽ ഏരിയയിലാണ്. സോ അത് ക്യാപിറ്റൽ അസറ്റ് അല്ല, ടാക്സ് അടക്കണ്ട. ഇനി നമ്മുടെ നിൽക്കുന്ന ലാൻഡ് ഉണ്ടല്ലോ, ആ ലാൻഡിൽ നിന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ സിറ്റിയിലോ 10,000-ൽ കൂടുതൽ ആളുകളുണ്ട്, 1,00,000-ന് താഴെയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമ്മൾ നിൽക്കുന്ന ലാൻഡിലേക്ക് 2 കിലോമീറ്ററിനേക്കാൾ കൂടുതലുണ്ട്. 2 കിലോമീറ്ററിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ലാൻഡ് ഉള്ളത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാൻഡ് എവിടെയാണ്? റൂറൽ ഏരിയയിലാണ്. നിങ്ങൾ ഇതിൻ്റെ ലോജിക്ക് ഇത്രേ ഉള്ളൂ. ഇത് ആ സിറ്റിയിൽ നിന്ന് ആ സിറ്റിയിലെ ജനസംഖ്യ കൂടുന്തോറും നമ്മൾ നിൽക്കുന്ന ലാൻഡിലേക്ക് കൂടുതൽ ഒരു കിലോമീറ്ററും കൂടാണ്. ആ കിലോമീറ്ററിന് അപ്പുറത്താണ് നിങ്ങളുടെ ലാൻഡ് എന്നുണ്ടെങ്കിൽ അവർക്ക് പോലും നിങ്ങളുടെ ലാൻഡിനെ വേണ്ട. അപ്പോൾ അത് ഒരു റൂറൽ ഏരിയയിലുള്ള ലാൻഡാണ്. അങ്ങനെ ലോജിക്കലി എടുത്താൽ പെട്ടെന്ന് മനസ്സിലാക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ക്യാപിറ്റൽ അസറ്റ് അല്ല, എക്സ്ക്ലൂഡഡ് ഫ്രം ദ ക്യാപിറ്റൽ അസറ്റാണ് നോക്കാൻ പോകുന്നത്. ഒന്ന് പറഞ്ഞതാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 3 കാര്യം നമ്മൾ പറഞ്ഞില്ലേ? സ്റ്റോക്ക് ഇൻ ട്രേഡ് പറഞ്ഞു, പിന്നെ എന്താ പറഞ്ഞത്, അഗ്രികൾച്ചറൽ ലാൻഡ് പറഞ്ഞു, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞല്ലോ, എന്തായിരുന്നു അത്, പിന്നെ പേഴ്സണൽ എഫക്ട്സും പറഞ്ഞു. അപ്പോൾ സ്റ്റോക്ക് ഇൻ ട്രേഡ്, പേഴ്സണൽ എഫക്ട്സ്, അഗ്രികൾച്ചറൽ ലാൻഡ്. ഓക്കെ, ഈ 3 കാര്യങ്ങൾക്ക് പുറമേ പറയാണ് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഗോൾഡ് ബോണ്ട്സ് എന്തല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല. സ്പെസിഫൈഡ് ആയിട്ടുള്ള ബിയറർ ബോണ്ടും എന്തല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല. ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ടും എന്തല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ്. അതായത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫൈനലാണ് പഠിക്കുക. ഇൻ്റർമീഡിയറ്റിൽ ഇതിനൊരു പ്രാക്ടിക്കൽ സൈഡും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യകത ഇല്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കുക, സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു ഗോൾഡ് ബോണ്ട് ഉണ്ട്, ആ ബോണ്ട് ഞാൻ വാങ്ങുകയെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റലായിട്ടുള്ളൊരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യൂല. ഓക്കെ, ഇനി നോക്കാൻ പോകുന്നത് ക്യാപിറ്റൽ അസറ്റ് ഷോർട്ട് ടേം ആയിരിക്കാം അല്ലെങ്കിൽ ലോങ് ടേം ആയിരിക്കും അല്ലേ? നമ്മുടെ പീരിയഡ് ഓഫ് ഹോൾഡിങ്ങിനനുസൃതമായിരിക്കും അത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ലാൻഡ് ഇത്ര ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് ലോങ് ടേം ആവും. ഓക്കെ, ഇത്ര ദിവസം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ബേസിലാണ്, എത്ര പീരീഡ് ഓഫ് ഡേയ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എത്ര പീരീഡ് ഓഫ് മന്ത്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഷോർട്ട് ടേം ലോങ് ടേം എന്ന് കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഷോർട്ട് ടേം ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം കാലാവധി എന്ന് പറയുന്നത് 36 മാസമാണ്. ജനറലി ഒരു ക്യാപിറ്റലായിട്ടുള്ള ഒരു അസറ്റ് 36 മാസത്തിൽ കൂടുതൽ കൈവശം വെച്ചിട്ടില്ല. അതായത് 36 മാസം വരെ കൈവശം വെക്കുക എന്നുണ്ടെങ്കിൽ ജനറലി നമുക്ക് പറയാം ആ ഒരു ക്യാപിറ്റൽ അസറ്റ് എന്താണ്, അല്ല ആ ഒരു ക്യാപിറ്റൽ അസറ്റ് ഷോർട്ട് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ് ആണെന്ന് പറയാം. ഓക്കെ, അതായത് സ്പെസിഫിക് ആയിട്ട് ഞാൻ ഇവിടെ ഏതൊക്കെ കാര്യങ്ങളെന്ന് പറയുന്നില്ല. ചിലപ്പോൾ ഈ ക്യാപിറ്റൽ അസറ്റ് ലാൻഡ് ആകാം, ബിൽഡിംഗ് ആകാം, ഫർണിച്ചർ ആകാം, മെഷീനറി ആകാം, അങ്ങനെ പലതരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഏത് തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റാന്ന് ഞാൻ പറയണില്ല. ജനറലി ഒരു ക്യാപിറ്റൽ അസറ്റ് 36 മാസം വരെ ഹോൾഡ് ചെയ്താൽ അത് ഷോർട്ട് ടേം ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകണം എന്താ അറിയോ, ഈ 36 മാസം എന്നുള്ളതിൻ്റെ കണക്ക് എങ്ങനെയാണ് സാറേ? എടാ 36 മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നൊരു ദിവസം ഉണ്ടല്ലോ. ഇപ്പോൾ ഇന്നാണ് ട്രാൻസ്ഫർ നടത്തുകയെന്നുണ്ടെങ്കിൽ ഇന്നലെ വരെ കണക്ക് കൂട്ടുള്ളൂ. ഇന്നത്തെ ട്രാൻസ്ഫർ നടക്കുന്ന ദിവസം കൂട്ടൂല, അതിൻ്റെ തലേ ദിവസം വരെ കൂട്ടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷം 11 മാസം 25 ദിവസമായ അത് 3 വർഷം 36 മാസമാണോ? 2 വർഷം വരുമ്പോൾ ഓൾറെഡി ഓക്കെ മനസ്സിലായി എത്ര മാസമാണ്, 12 24 മാസമാണെന്ന് മനസ്സിലായി. പക്ഷേ 11 മാസം കൂടെ ഉണ്ട്. അപ്പോൾ അതൊരു 12 മാസമായി കൂട്ടിയിട്ട് 36 മാസമാക്കാൻ പറ്റുമോ? ഇല്ല. കംപ്ലീറ്റ് ഈ 30 ഡേയ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതെന്താകുള്ളൂ, ഒരു മാസമായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി 36 മാസമാണ് ജനറലി ഒരു ക്യാപിറ്റൽ അസറ്റ് ഹോൾഡ് ചെയ്യുന്ന പീരീഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റാണെന്ന് പറഞ്ഞു. അതിനേക്കാൾ കൂടുതൽ ഹോൾഡ് ചെയ്താലും അതെന്താകും ലോങ് ടൈം ആയിരിക്കും. പക്ഷേ ഇനി സ്പെസിഫിക്കലി കുറച്ച് അസറ്റുകൾ എടുത്തിട്ട് പറയുകയാണ്. ഈ അസറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, 24 മാസമോ അല്ലെങ്കിൽ 12 മാസമായിരിക്കും ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിൻ്റെ ടെന്നൂർ അതല്ലെങ്കിൽ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ഇക്വിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരം അസറ്റുകളൊക്കെ 24 മാസം വരെ ഹോൾഡ് ചെയ്താൽ ഷോർട്ട് ടൈം ആയിരിക്കും. 24 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്താൽ എന്തായിരിക്കും, ലോങ് ടൈം ആയിരിക്കും. ഇനി പറയാണ് ലിസ്റ്റഡ് സെക്യൂരിറ്റി, യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് UTI അല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റുകളാണെന്നുണ്ടെങ്കിൽ അത് 12 മാസം ഹോൾഡ് ചെയ്ത് 12 മാസത്തിനേക്കാൾ കൂടുതൽ ഹോൾഡ് ചെയ്താൽ എന്തായി, ലോങ് ടേം ആയി. അപ്പോൾ
ഇവിടെ ഷോർട്ട് ടേമും ലോങ് ടേം എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ചില അസറ്റ് കേസിൽ അത് 12 മാസമാണ്, ചില അസറ്റിൻ്റെ കേസിൽ അത് 24 മാസമാണ്, ചില അസറ്റിൻ്റെ കേസിൽ അത് 36 മാസമാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്യാപിറ്റൽ അസറ്റിൻ്റെ ലോങ് ടേം കേസ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്യാപിറ്റൽ അസറ്റിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് അല്ലാത്തൊക്കെ എന്താണ് ലോങ് ടേം ആണ്. ഓക്കെ, ഇനി പറയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും. ലോങ് ടേം ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ അസറ്റ് പർച്ചേസ് ചെയ്തിട്ട് അത് വിൽക്കുമ്പോൾ കിട്ടുന്ന ആ പ്രോഫിറ്റിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു ചെറിയൊരു സംഭവം ഉണ്ട്, ഒരു ടിസ്റ്റ് ഉണ്ട്. ആ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ഡിപ്രീസിയബിൾ ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഷോർട്ട് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അതായത് ലോങ് ടേം ആയിട്ടുള്ള ഒരു ഡിപ്രീസിയബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കൊരു ബിൽഡിംഗ് എടുക്കാം. ബിൽഡിങ്ങിൻ്റെ കേസിൽ എപ്പോഴാണ് അത് ലോങ് ടേം ആകുക? 24 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്താൽ ബിൽഡിങ്ങിൻ്റെ കേസിൽ അത് ലോങ് ടേം ആകും. അപ്പോൾ ബിൽഡിംഗ് എന്താണ്? ഒരു ഡിപ്രീസിയബിൾ ആയിട്ടുള്ള ഒരു അസറ്റാണ്. ലാൻഡ് എന്താണ്? അപ്രീസിയബിൾ ആയിട്ടുള്ള അസറ്റാണ്. ബിൽഡിംഗ് എന്താണ്? ഡിപ്രീസിയബിൾ ആയിട്ടുള്ള അസറ്റാണ്. അല്ലേ, അതിൻ്റെ വില ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ലാൻഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേം ആണെങ്കിൽ അവിടെ ഇൻഫ്ലേഷൻ എടുക്കാം, അതായത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാം. പക്ഷേ ബിൽഡിങ്ങിൻ്റെ കേസിൽ അവിടെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എങ്ങനെയാണ് പോകുന്നത്? താഴോട്ടാണ് പോകുന്നത്. അല്ലേ, ഇപ്പോൾ ലാൻഡ് 2000-ൽ ലാൻഡ് വാങ്ങിയാൽ അത് ഇന്ന് അതിൻ്റെ വാല്യൂ കൂടും. പക്ഷേ 2000-ലുള്ളൊരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ഇന്ന് അതിൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുക. അപ്പോൾ ആ റെഡ്യൂസിങ് നമ്മൾ ഡിപ്രീസിയേഷൻ ആക്കിയിട്ട് നമ്മൾ എല്ലാ വർഷവും ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ കറക്റ്റ് വാല്യൂ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതെന്താക്കണ്ട, ലോങ് ടേം എന്ന് കൺസിഡർ ചെയ്തിട്ട് പിന്നെ ഇൻഡെക്സേഷൻ വാല്യൂ ഇട്ടിട്ട് അതിന് റീവാല്യുവേഷൻ നടത്തണ്ട. അത് എന്താക്കിയാൽ മതി, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനെ പോലെ കണ്ടാൽ മതി. ഇൻഡെക്സേഷൻ ബെനിഫിറ്റും കാര്യങ്ങളൊന്നും അവിടെ എടുക്കണ്ട എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ലോങ് ടേം ആയിട്ടുള്ളൊരു ഡിപ്രീസിയബിൾ ക്യാപിറ്റൽ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.